നമസ്കാരം. ഈ കൊറോണ ചെറിയ ഉപദ്രവമൊന്നുമല്ല ലോകത്തിനുണ്ടാക്കിയത്. ഇതൊരു ടീച്ചറിൻ്റെ സ്വവർഗരതി. അത് ടീച്ചർ എറണാകുളത്ത് സെറ്റിൽഡാണ്, അവിടുത്തെ കാര്യമല്ല. അപ്പോൾ വേറൊരു സ്ഥാപനത്തിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടിക്ക് ഈ ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കണ അന്ന് ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു എറണാകുളത്തെ ഒരു സ്റ്റാർ ഹോട്ടലിൽ. അവർക്ക് UK പോകേണ്ട ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു. ഇത് കഴിഞ്ഞപ്പോൾ എല്ലാ സ്ഥലവും ലോക്കായി, അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാണ്ടായി. ഒരു ദിവസം കൊച്ചി മെട്രോയിൽ നിൽക്കാൻ പറ്റി. പിന്നെ അതും ക്ലോസ് ചെയ്ത് എല്ലാവരും അവനവൻ്റെ വീടുകളിൽ തന്നെ കഴിയേണ്ട ഒരു അവസ്ഥ വന്നു. അപ്പോഴാണ് ഈ കുട്ടിക്ക് ഈ അധ്യാപിക അവിടെയുള്ള കാര്യം ആലോചിച്ച്, നാട്ടുകാരിയല്ലേ, അങ്ങനെ അവരുടെ അടുത്ത് പോയി. ഏതായാലും ഇപ്പോൾ എത്ര ദിവസം ലോക്ക്ഡൗൺ ആകുമെന്നൊന്നും അറിയില്ല, അപ്പം നീ ഇവിടെ നിന്നോ, കുഴപ്പമില്ല അറിഞ്ഞു. പക്ഷേ ഈ ടീച്ചറിന് വേറൊരു കുഴപ്പമുണ്ട്. ടീച്ചർ കൂടുതലും ഹോസ്റ്റലിൽ നിന്നാണ് പഠിച്ചത്, അന്യ സംസ്ഥാനത്തൊക്കെ B.Ed അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്തത്, തുടർ പഠനങ്ങൾ. അപ്പോൾ ഇവർക്ക് ലെസ്ബിയൻ, അതായത് പെൺകുട്ടികളായിട്ടുള്ള പരിപാടി ഭയങ്കര ത്രില്ല. ഈ ചെന്ന പെൺകുട്ടിയാണെങ്കിൽ അത്യാവശ്യം ഉണ്ട് മുതൽ. അപ്പോൾ ഒരു ദിവസമായി, 2 ദിവസമായി, 3 ദിവസമായി പുറത്തിറങ്ങാൻ പറ്റില്ല. ആകെ ബോറടി. മുറിയിൽ ഇങ്ങനെ ഇരിക്കുക, എത്ര നേരം ഇരിക്കും. ടീച്ചറിനൊപ്പം വേറെ ആരുമില്ല, ഹസ്ബൻഡ് വിദേശത്താണ്. അങ്ങനെ ഇവർ വർത്താനമൊക്കെ പറഞ്ഞ് ഒരുമിച്ചാണ് കിടക്കണേ ഒരു മുറിയിൽ. ടീച്ചറിന് ഇതിനെ ടോൺ ചെയ്തെടുക്കാൻ. അപ്പോൾ ഇതും ഹോസ്റ്റലിൽ വാസിയല്ലേ, ഇതിനും മുൻപരിചയങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഡയറക്റ്റായിട്ട് ടീച്ചർ കാര്യം പറയാം, നീ നല്ല സുന്ദരിയാണ്, കടിച്ച് തിന്നാൻ തോന്നുന്നത് അതൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോൾ ഈ പെണ്ണ് ചുണ്ട് കടിച്ചൊക്കെ ഒരനുകൂല നിലപാടെടുക്കുക. അങ്ങനെ ടീച്ചർ ഇവിടെ ചുംബിച്ച് ഇവളുടെ ടീഷർട്ട് അഴിച്ചു. പിന്നെ ഷോർട്സാണ് ഇവിടെ ഇട്ടത്, ഷോർട്സ് ഊരി. അപ്പോൾ ഒക്കെ ഒരു നൈസായിട്ടുള്ളൊരു ഷഡ്ഡിയുണ്ട്. ടീച്ചർ പിന്നെ അങ്ങോട്ട് ഗീവ് ആൻഡ് ടേക്ക് പോളിസിയാണ് ടീച്ചറിന്. ടീച്ചർ ആദ്യം ഇതിനെ നല്ലോണം നക്കി കൊടുത്ത്. അതൊന്നും ഇപ്പോൾ വർണ്ണിക്കണ്ട. ഏതായാലും ഈ പെണ്ണ് ആലസ്യം കൊണ്ട് മയങ്ങി. 2-3 പ്രാവശ്യം പെണ്ണിന് വെടിപൊട്ടി. അത് കഴിഞ്ഞപ്പോൾ ടീച്ചറിൻ്റെ ഊഴം വന്ന് ടീച്ചറിന് ഈ പെണ്ണ് അതിമനോഹരമായിട്ട് ചെയ്തു കൊടുത്ത്. പ്രശ്നം അവിടെ ഒന്നുമല്ല, ഇവർ തമ്മിൽ പിന്നെ മാനസികമായിട്ട് അടുക്കുക, പ്രണയം. എന്താ പറയുക, ഇവർക്ക് പിരിയാൻ പറ്റാത്ത അവസ്ഥയായി. ഇവർക്ക് പരിപാടി മാത്രമല്ല, എപ്പോഴും കാണണം. അങ്ങനെ ആ ലോക്ക്ഡൗണൊക്കെ ഒന്ന് ഇതായപ്പോൾ ഈ പെണ്ണ് വീട്ടിൽ പോയി. പക്ഷേ ഇവർ തമ്മിലുള്ള റിലേഷൻ തുടർന്ന്. പിന്നെ ഈ പെണ്ണ് എറണാകുളത്ത് തന്നെയല്ലേ പഠിക്കുന്നത്. അങ്ങനെ പിന്നെ ടീച്ചറുടെ അടുത്ത് പോയി നിൽക്കൽ തുടങ്ങി. കാരണം ഹസ്ബൻഡ് ഇല്ലല്ലോ, സ്വന്തം ഫ്ലാറ്റാണ്. പിന്നെ ഹസ്ബൻഡും ഈ വൈഫും തമ്മിലുള്ള റിലേഷനെ വരെ ഇത് ബാധിച്ച്. അയാൾ രാത്രി സമയത്തൊക്കെ വിളിക്കുമ്പോൾ ഈ ടീച്ചറെ ഇൻട്രസ്റ്റ് ഇല്ല. അപ്പോൾ ഈ നാട്ടിലുള്ള എല്ലാ സംഭവങ്ങളും, ഇപ്പോൾ ഈ സ്വവർഗരതിയും സ്വവർഗ വിവാഹവും ഒക്കെ ഇപ്പോൾ നെറ്റിലൂടെ കണ്ട് ഇതൊക്കെ സർവ്വസാധാരണമാണെന്നുള്ളൊരു മൈൻഡായി ടീച്ചർ വിളിക്കും. ടീച്ചർ ഭർത്താവിനോട് തുറന്ന് പറഞ്ഞ്, ഇങ്ങനെ ഒരു റിലേഷനിൽ ഞാൻ പെട്ടിട്ടുണ്ട്, എനിക്ക് നിങ്ങളെ ഇനി ഭർത്താവായിട്ട് കാണാൻ കഴിയണില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ അയാൾ പിന്നെ ഒരു ബ്രോഡ് മൈൻഡുള്ള ആളാണ്, പിള്ളേരൊന്നും ആയിട്ടില്ല. കൂടുതൽ വഷളാക്കാണ്ട് ഡൈവേഴ്സ് പെറ്റീഷൻ, ജോയിൻറ്റ് പെറ്റീഷൻ കൊടുത്തു. അപ്പം ഇതൊന്നും തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞത്, ഇപ്പം ഇച്ചിരി കൂടുതലാണെന്ന് പറഞ്ഞത്. ഇപ്പം ഇത്ര ലെസ്ബിയൻ സംഭവങ്ങൾ ഒപ്പം താമസിക്കണ ആ റിലേഷനിലേക്ക് മാറുന്നുണ്ട്. ലെസ്ബിയനിസം പെണ്ണുങ്ങൾ തമ്മിൽ നക്കലും ഇതൊക്കെ വേറെൽ പരിപാടിയൊക്കെ പണ്ടുണ്ട്. പക്ഷേ ഇത് ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിക്കുക. അതിങ്ങനെ വിദേശത്തൊക്കെ ഉണ്ട്, നെറ്റ് അവൈലബിൾ ആയപ്പോൾ പിന്നെ എല്ലാ നാട്ടിലെ കാര്യങ്ങളും നമ്മുടെ വിരൽത്തുപ്പിലാണല്ലോ. ഇപ്പോൾ അവരൊരുമിച്ചാണ് താമസം.
ഈ ഫ്ലാറ്റിൽ നിന്ന് മാറേണ്ടി വന്നു. ഹസ്ബൻഡ് ഡൈവേഴ്സ് അനുവദിച്ച് കഴിഞ്ഞപ്പോൾ അവർ വേറെ താമസിക്കുക. ഇത്ര ഉള്ളു. ഇപ്പം നമ്മുടെ ലോകത്തിലെല്ലാം കാര്യങ്ങളൊക്കെ അത്ര വ്യത്യസ്തമായി മാറി. ഇത് ഞാൻ ഒരു വീഡിയോയിലെ ഈ പള്ളിയിലെ അച്ഛൻ്റെ കന്യാസ്ത്രമ്മേൻ്റെ വെടിനെ പറ്റി പറഞ്ഞപ്പോൾ തെറി പറയാൻ കുറച്ച് ആൾക്കാർ വന്നു. അത് ആരായിരിക്കും ഒന്ന് ആലോചിച്ചാൽ മനസ്സിലാവും. ഒന്നില്ലെങ്കിൽ പള്ളിപ്പറമ്പിൽ താമസം, അല്ലെങ്കിൽ പള്ളിക്കാരുടെ ഏതെങ്കിലും സ്ഥാപനത്തിൽ ജോലിയുള്ളവൻ, അല്ലെങ്കിൽ എന്തെങ്കിലും കൂട്ടിക്കൊടുത്ത് പള്ളി വക മുതൽ എന്തെങ്കിലും അടിച്ച് മാറ്റിയാണ്. അല്ലാണ്ട് ഒരു സത്യം വിളിച്ച് പറയുമ്പോൾ തെറി വരേണ്ട ആവശ്യം എന്താ? എൻ്റെ പഴയ വീഡിയോനൊക്കെ ഇപ്പോഴാണ് കമൻറ്റ് വരുന്നത്. നിൻ്റെ അമ്മനെ പെങ്ങളെ ഭാര്യനൊക്കെ മെത്താൻ ഊക്കിയിട്ടുണ്ടാവുമെന്ന് ആ പരിചയമാണെന്നൊക്കെ പറയാം. സത്യം പറഞ്ഞാൽ ഈ കുരക്കണവൻ്റെ പ്രശ്നം അതാ. നന്ദി പ്രകടിപ്പിക്കുകയാണ്. ആയിക്കൾ വാലാട്ടില്ല, ഇവന്മാർ കുരക്കും. എന്താ ഇതിനൊക്കെ പറയുക? അച്ഛന്മാർ പരിപാടി എടുക്കുന്ന കന്യാസ്ത്രീകൾ കിടന്നു കൊടുക്കണം. ഇതൊക്കെ കാലങ്ങളായിട്ടുള്ളതാണ്. ഞാനിത് ഒരു സംഭവം പറഞ്ഞപ്പോൾ എന്നെ തെറി പറയാൻ അങ്ങോട്ട് വരിക. ഈ ലോകത്ത് എന്തൊക്കെ നടക്കുന്നുണ്ട്. ഇഷ്ടമില്ലെങ്കിൽ മാറിപ്പോയാൽ പോരെ. ഇത് തെറി പറയാൻ എൻ്റെ അമ്മ മരിച്ചിട്ട് കൊല്ലം അത്രയായി. അവനൊരു മനസ്സുഖം കിട്ടിയിട്ടുണ്ട്, പിന്നെ ഒരു നന്ദി പ്രകടനമായി. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, ഈ പള്ളിയിലെ അച്ഛന്മാരെ മെത്രന്മാരെ എന്തെങ്കിലുമൊക്കെ വൃത്തികേടുകൾ കാണിച്ചാൽ, പെണ്ണു പിടിക്കുക എന്ത് ചെയ്താലും അപ്പം സപ്പോർട്ട് ചെയ്യാൻ വരണ ഈ ആദ്യം കുരക്കൽ ടീമാണ്. ഇപ്പം ഫ്രാങ്കോ പിതാവില്ലേ, മുളക്കൽ പിതാവെന്നൊന്നും അവനെ വിളിക്കാൻ പറ്റില്ല, പെണ്ണു പിടിയാണ്. അപ്പോൾ പെണ്ണ് പിടിച്ച് കഴിഞ്ഞിട്ട് കേസിൽ പെട്ടപ്പോൾ ടി വിയിലൊക്കെ വന്ന് ഇതേപോലെ നന്ദിയുള്ളവന്മാർ വന്നിരുന്ന് ന്യായീകരിക്കണ കണ്ടില്ലേ. ഞാനിത് ഉള്ള സത്യങ്ങൾ ഇനിയും വിളിച്ചു പറയുന്നത്. എനിക്ക് പൊരുത്തൻ്റെ ചിലവിലല്ല, ഞാൻ എനിക്ക് ഒരുത്തല പേടിയുമില്ല. ഇപ്പോൾ ഈ ടീച്ചറിൻ്റെ കഥ ഇപ്പോൾ ഓർമ്മ വന്നപ്പോൾ പറഞ്ഞതാണ്. എനിക്ക് അടുത്ത് പരിചയമുള്ളൊരു സ്ത്രീയാണ് എന്നോട് ഈ സംഭവം പറഞ്ഞത്. അല്ലാണ്ട് ഈ ടീച്ചർ ഞാനായിട്ട് നേരിട്ട് പരിചയമില്ല. പക്ഷെ സംഭവം പറഞ്ഞത് ഞാനായിട്ട് ബന്ധമുള്ള നല്ല റിലേഷനുള്ളൊരു പെണ്ണാണ്. ഇതൊക്കെ യാദൃച്ഛികമായിട്ട് ലൈഫിൽ സംഭവിക്കുകയാണ്. ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാനുള്ളതാവും. പക്ഷെ നാട്ടുകാർ വിടൂല കേട്ടോ. നാട്ടുകാർ ജനകീയ വിചാരം ഇച്ചിരി കൂടുതലാണ്. എന്തോ ആയിക്കോട്ടെ, ആ പെണ്ണിനും ആ രണ്ട് സ്ത്രീകൾ തമ്മിൽ അവർ നക്കി, അവർ സുഖിച്ച് എന്ത് വന്നാലും അവരനുഭവിച്ച് ജീവിക്കാൻ വിചാരിച്ച നാട്ടുകാർക്ക് പിന്നെ എന്താ റോളായിൽ എനിക്ക് മനസ്സിലാണല്ലോ. ഇപ്പം മറ്റുള്ളവരുടെ കാര്യം അന്വേഷിക്കലും ചിക്കിച്ചകയിലും നാറ്റിക്കലും ഒരു ഹോബിയാണ്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ആരാന്ന് വെച്ചാൽ ഈ പറഞ്ഞ ആൾക്കാരാ. ഒന്നും നടക്കാത്ത ജീവിതത്തിൽ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തെന്ന് കേട്ടാൽ കല്ലി വരണത് ശരിക്കും പറഞ്ഞാൽ ഒന്നും കിട്ടാത്തവന്മാരുടെയും അവളന്മാരുടെയും നിലവിളി ശബ്ദമാണ്, അല്ലാണ്ടൊന്നുമല്ല. അല്ലെങ്കിൽ ആരും ഒരാണും പെണ്ണും കൂടി പരിപാടി എടുത്താൽ പെണ്ണും പെണ്ണും കൂടി എടുത്ത് ഇവർക്കെന്താ അങ്ങനെയൊക്കെ ചെയ്യാമോ ഞാനിതൊക്കെ ഇനിയും പറയും. നമസ്കാരം.